ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു സീസണിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് 7ൻ്റെ പണി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു വാക്കിലോ ഒരു ചെറിയ വാചകത്തിലോ ഒരു വ്യക്തിയെ പൂർണ്ണമായി വിവരിക്കുന്ന രീതിയിലുള്ളൊരു സിഗ്നേച്ചർ ലൈൻ മറ്റൊരു വ്യക്തിയെ പറ്റി പറയുക എന്നുള്ളതാണ് മത്സരാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ഒരാളെ പറഞ്ഞത് വേറെ ആൾക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും അനീഷ് ആദ്യം തന്നെ പറയുന്നത് അക്ബറിനെയാണ്. പാട്ടും ജീവിതവും എന്നുള്ളതാണ് അക്ബറിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഷാനവാസ് പറയുന്നത് നെവിനെയാണ്. കുട്ടികളുടെ തോഴൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അക്ബറും പറയാൻ വേണ്ടി വന്നതാണ് വല്ലവനും പുല്ലും ആയുധം എന്നുള്ളതാണ്. അതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്കും തോന്നിയത്. കാരണം നെവിൻ എന്ത് കിട്ടിയാലും അതിനൊരു ആയുധമാക്കി മാറ്റി ഗെയിം കളിക്കുന്ന വ്യക്തിയാണ്. അത് എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ. പിന്നീട് നോക്കുവാണെങ്കിൽ അക്ബർ അനീഷിനെ പറയുന്നു. അതിൽ സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തുന്നവൻ എന്നുള്ളതാണ്. അതായത് ഒറ്റപ്പെടലൊക്കെ കളിച്ചു അവസാനം നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്ന് എല്ലാവരെയും എതിരായിട്ട് സംസാരിക്കുന്ന പറഞ്ഞാൽ അത്യാവശ്യം പാട് പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നീട് നൂറ അനുമോളെ പറയുന്നു കരച്ചിൽ റാണി, നല്ല അടിപൊളി പേര്. പിന്നീട് നെവിൻ പറയുന്നത് നൂറേനെയാണ്. ഒരുക്ക് വനിത എന്നുള്ളതാണ്. പല പ്രതിസന്ധിയിലും നേരിട്ട് കയറി വരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അനുമോൾ പറയുന്നത് ആദിലേനെയാണ്. കല്ല് പോലൊരു പെണ്ണ്, അതും ഒരുക്ക് വനിതയും തമ്മിൽ എന്ത് വ്യത്യാസം എന്നുള്ള രീതിയിൽ ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് ചോദിക്കുന്നുണ്ട്. പിന്നീട് നോക്കുവാണെങ്കിൽ ആദില പറയുന്നത് ഷാനവാസിനെയാണ്. മുൾച്ചെടിയിൽ ഊഞ്ഞാലാടും ഷോനവാസ് എന്നുള്ള രീതിയിലാണ് ഷാനവാസിനെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അക്ബർ കുറച്ചധികം പാട്ടുകളൊക്കെ തന്നെ അനീഷിനും അനുമോൾക്കും വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പറഞ്ഞില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് അനുമോള് തെറ്റ് ചെയ്താൽ അനീഷ് വെറും തങ്കം, നമ്മളും എല്ലാം തെറ്റ് ചെയ്താൽ അനീഷ് വെറും സിംഗം എന്നുള്ള രീതിയിലൊക്കെ ഒരു പാട്ടൊക്കെ പാടാൻ വേണ്ടി ഇരുന്നതാണ് എന്നുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.